മെഷീനിൽ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ നോക്കാം. സാധാരണ നമ്മൾ തുണിയെല്ലാം കഴുകിയതിന് ശേഷം ഇവിടെ നമ്മൾ ചുമ്മാ തുടച്ച് വയ്ക്കുക, കഴുകി വയ്ക്കുകയൊക്കെ ചെയ്യുള്ളൂ. പക്ഷേ ഇപ്പോൾ നമുക്ക് ഒന്നുകൂടി ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻവെർട്ടർ വാഷിംഗ് മെഷീനാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇവിടെ ഒരു സ്ക്രൂ ഡ്രൈവർ, ഇതുപോലത്തെ ഒരു സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തിട്ട് നമുക്ക് തുറന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്യാം. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഈ റൗണ്ടിലൂടെ നോക്കുമ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് വേണം. നിങ്ങൾക്ക് ഈ ഒരു ഗ്യാപ്പ് എന്ത് ചെയ്യും, നമുക്ക് തുറക്കാൻ പറ്റും. ഇവിടെ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒന്ന് ഉയർത്താം. അപ്പോൾ ആദ്യം നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ കുറച്ച് ടൈറ്റ് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. ഇതിൽ നിങ്ങൾക്ക് ഇതിനകത്തൊരു സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ അല്ലെങ്കിൽ മൈനസിൻ്റെ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തിട്ട് തുറക്കാം. നമുക്കിതുപോലത്തെ ഒരു സ്റ്റാർ വെച്ചിട്ട് നമുക്ക് തുറക്കാം. അത് ഏകദേശം ആയിട്ടുണ്ട്. നമ്മൾ പുറത്തേക്ക് എടുക്കുക, ഇതിൻ്റെ വാഷർ ഉണ്ടാവും, അതൊക്കെ അതുപോലെ തന്നെ എടുത്ത് വയ്ക്കുക. ഇത് നമ്മളെടുത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ നടുവിലെ ഭാഗം നമ്മൾ ഊരിയിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ സ്ക്രൂവും ഊരി, അതിനുശേഷം ഇതുപോലുള്ള 2 സ്ക്രൂ ഡ്രൈവർ എടുത്ത്, മൈനസിൻ്റെ 2 സ്ക്രൂ ഡ്രൈവർ എടുത്ത് ഇവിടെ കാണുന്ന ഹോൾസിൽ ഏതെങ്കിലും നമ്മൾ ജസ്റ്റ് അങ്ങനെ കുത്തിയിട്ട് നമുക്ക് ആസ് ചെയ്ത് പൊക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ 2 കൈ കൊണ്ട് പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ അടർത്തി എടുക്കുക. ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടില്ല, ഇപ്പോൾ ഇത് ലൂസായിട്ട് നമ്മൾ പൊക്കിയെടുക്കാം. ഇപ്പോൾ നമ്മളിത് ലൂസായിട്ടുണ്ട്. ഇത് ലൂസായി നമ്മളൊന്ന് കുറച്ച് ബലം കൊടുത്തു കഴിഞ്ഞാൽ വന്നാൽ അപ്പോൾ നമുക്ക് കണ്ടില്ലേ, ഇതിൽ ഇത്രയും ചെളിയുണ്ട്. നമ്മൾ ഇനി അതെടുത്ത് ക്ലീൻ ചെയ്യണേ. ഇതിന് ശേഷം ഇതിനകത്ത് നമ്മൾ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വെക്കാം. അതുപോലെ ഇതെല്ലാം റിമൂവ് ചെയ്തിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. ഇതിപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തതാണ് കാണിക്കുന്നത്. ഞാനൊന്ന് വേറൊരെണ്ണം ഊരിയിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇത് കണ്ടില്ലേ, ഇതിനകത്ത് ഇത്രയും ചീത്തയായിട്ട് കിടക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്യണം. ഇതൊന്നും നമ്മൾ ക്ലീൻ ചെയ്ത് വെറുതെ ഇത് മാത്രം ക്ലീൻ ചെയ്താലും വീണ്ടും തുണിയിലൊക്കെ ഒരു വൃത്തികേടുകളുണ്ടാവും. അതുകൊണ്ട് ഇതെല്ലാം ഇതുപോലെ തന്നെ അഴിച്ചിട്ട് റിമൂവ് ചെയ്യണം. ഇതിപ്പോൾ അഴിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഇതും കൂടി ഇട്ട് നമ്മൾ ജസ്റ്റ് അങ്ങോട്ടേക്ക് പ്രസ് ചെയ്താൽ മാത്രം മതിയാവും. ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലൊരു സ്ക്രൂഡ് ജസ്റ്റ് ഒന്ന് അമർത്തി കഴിയുമ്പോൾ ജസ്റ്റ് സൈഡൊക്കെ ഒന്ന് നെക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതുണ്ടല്ലേ, ഇതൊക്കെ വൃത്തിയായിട്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെ ഇതുപോലെ ക്ലീൻ ആക്കണം. നമ്മളിതിപ്പോൾ ക്ലീൻ ആക്കിയിട്ട് മെസ്സേജ് ഒന്നും കൂടി നമ്മൾ വീഡിയോ എടുക്കാം. നമ്മൾ ക്ലീൻ ചെയ്തു എല്ലായിടത്തും. ഇനി നമ്മൾ ജസ്റ്റ് ഇത് തിരിച്ച് വയ്ക്കാം. ജസ്റ്റ് വെച്ചിട്ട് പ്രസ് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ. നല്ല വൃത്തിയായിട്ടുണ്ട്. നമ്മളതിനെ വാഷിംഗ് മെഷീൻ്റെ അകത്തുകൂടെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് തിരിച്ച് വയ്ക്കാം. ഇവിടെയൊക്കെ നമ്മൾ മൊത്തം ക്ലീനാക്കി ഇപ്പോൾ വെള്ളം ഒഴിച്ചൊന്ന് മൊത്തം ഇവിടെ കഴുകുകയാണ്. ഇവിടെയൊക്കെ ഒന്ന് നമ്മൾ വെറുതെ ഉരയ്ക്കുക, നല്ല ക്ലീനാവും. അതുപോലെ നമുക്ക് ഈ ഒരു ഫിൽറ്റർ വിടുന്നില്ല. ഈ ഫിൽറ്റർ വിടണമെങ്കിൽ ജസ്റ്റ് ഇവിടുന്ന് പ്രസ് ചെയ്താൽ മതി. ഇതിൻ്റെ അടിയിലും വെള്ളം ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് എടുത്താൽ മതി. ഈ ഫിൽറ്റർ നമ്മളൊന്ന് ക്ലീൻ ചെയ്യണം. കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ച് ചെളിയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ തന്നെ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് അങ്ങോട്ട് വെച്ചാൽ മതി. ഫിൽറ്റർ നമ്മൾക്ക് ഊരാം. ജസ്റ്റ് ഇത് തുറക്കാം. തുറന്ന് കഴിയുമ്പോൾ കണ്ടില്ലേ, ഇതൊക്കെ വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഊരിയിട്ട് കഴുകണം. ജസ്റ്റ് ഇങ്ങനത്തെ ഒരു സാധാരണ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും ഒരു സോപ്പ് ലിക്വിഡോ അല്ലെങ്കിൽ ഹാൻഡ് വാഷോ എന്തെങ്കിലും ഇട്ടിട്ട് നമുക്കത് ക്ലീൻ ചെയ്യാം. ഇപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷം കാണിക്കാം. ഇതിൻ്റെ മാക്സിമം
ഇതിൽ മാക്സിമം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ കണ്ട അതെല്ലാം വൃത്തികളെല്ലാം പോയി. ഇനി നമുക്ക് ഇത് അതുപോലെ അഴിക്കണം. നമുക്ക് ഇതിന് നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ വേണ്ടി വരും. നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമുക്കൊന്നിങ്ങനെ പൊക്കാതെ പൊങ്ങി വരും. നമ്മളിത് എടുത്തിരിക്കുന്നത് ഈ ഫിൽറ്റർ ഇതുപോലെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാം. ആദ്യം ഇതൊന്ന് വാഷ് ചെയ്തതിനു ശേഷം എന്തെങ്കിലും ഹാൻഡ് വാഷ് ഉണ്ടോ നമുക്ക് ചെറിയ പ്രശ്നമുണ്ട്. നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്യാം. ഇത് ക്ലീൻ ചെയ്തതിനു ശേഷം ഇനി ബാക്കി കാണിക്കാം. നമ്മൾ മാക്സിമം ക്ലീൻ ആക്കട്ടെ. ഇത് നമ്മളിപ്പോൾ മാക്സിമം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ഈ അടുത്തായിട്ട് ഇതും കൂടി നമുക്ക് ക്ലീൻ ചെയ്യാം. ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തിരിച്ചു വയ്ക്കാം. നമ്മളിപ്പോൾ തിരിച്ചു വെച്ചു. നമുക്ക് വാഷിംഗ് മെഷീനകത്തുകൊണ്ട് ഫിറ്റ് ചെയ്യാം. ഇവിടെയാണ് നമുക്ക് വെക്കാനുള്ളത്. പക്ഷെ ഇവിടെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്തതിനു ശേഷം നമുക്കിത് വെക്കാം. നമ്മൾ ഈ രണ്ട് ഭാഗത്തും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് വെച്ചതിന് ശേഷം വിട്ടാൽ മതി. അത്രയേ ഉള്ളൂ. അത് ഫിറ്റായിട്ടുണ്ട്. ബാക്കി ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളത് ഇതിനകത്ത് ഈ വാട്ടർ ഇൻലെറ്റ് പൈപ്പിനകത്തൊരു ഫിൽറ്റർ ഉണ്ട്. അതും കൂടി നമുക്ക് ക്ലീൻ ചെയ്യാം. ഇതാദ്യം റിമൂവ് ചെയ്യുക. പൈപ്പ് ഓഫ് ആക്കുക. അതിനുശേഷം നമ്മൾ ഇത് റിമൂവ് ചെയ്യാം. ഈ വരുന്ന വാഷിംഗ് മെഷീനകത്തേക്കുള്ള വെള്ളത്തിൽ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ഒഴിവാകാനുള്ള ഫിൽറ്ററാണ്. ജസ്റ്റ് നമ്മളൊരു ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ പൊന്തിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതെങ്കിലും കിട്ടും. ഇത് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഇതിനകത്ത് നമ്മളൊരു ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്യാം. ഇതെന്തെങ്കിലും ബ്രഷ് കൊണ്ട് ജസ്റ്റ് നമ്മളൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് തുടച്ചെടുത്താൽ മതി. തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതും കൂടി ക്ലീൻ ചെയ്ത് തിരിച്ച് വെച്ചിട്ട് നമുക്കിത് വെച്ചടച്ചാൽ മതി. അത്രയേ ഉള്ളൂ. ഇത് ക്ലീൻ ചെയ്യാം. എന്തെങ്കിലും ടിഷ്യൂ വെച്ചിട്ട് അത് ക്ലീൻ ചെയ്തതിന് ശേഷം നടക്കാം. ഇവിടെ എത്രയും ചെളിയുണ്ട്. അതിനുശേഷം നമുക്ക് ആ ഫിൽറ്റർ തിരിച്ചതുപോലെ തന്നെ വയ്ക്കാം. കഴിഞ്ഞാൽ നമുക്ക് ഈ വാട്ടർ ഇൻലെറ്റ് പൈപ്പ് നമുക്ക് ഫിറ്റ് ചെയ്യാം. ജസ്റ്റ് ഇവിടെ പിടിക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലീനിങ്. നമ്മളിപ്പോൾ വാഷിംഗ് മെഷീൻ്റെ ടബ് ക്ലീൻ ചെയ്തു. അതുപോലെ തന്നെ ഇവിടുത്തെ ഫിൽറ്റർ ക്ലീൻ ചെയ്തു. അകത്തെ ഫിൽറ്റർ ക്ലീൻ ചെയ്തു. കണ്ടില്ലേ, ഇതെല്ലാം നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇത് നമുക്കിതെല്ലാം തിരിച്ചു വയ്ക്കാം. ഇതൊന്ന് ജസ്റ്റ് വയ്ക്കുക. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ പിന്നെ ഇതിൻ്റെ സ്ക്രൂ തിരിച്ചു വയ്ക്കുക. എന്നിട്ട് നമുക്കത് ഫിറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്യാം. ജസ്റ്റ് നമ്മൾ ആ സ്ക്രൂ തിരിച്ച് ടൈറ്റ് ആക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മളത് മൊത്തം ടൈറ്റാക്കി. ഒരുപാട് ടൈറ്റാക്കണ്ട. ടൈറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ടോപ്പ് തിരിച്ച് തന്നെ വയ്ക്കാം. നമ്മൾ ഫിറ്റ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മളെല്ലാം ഇട്ടു. ഇപ്പോൾ ഇത്രയുള്ള ഗ്യാസ് ഇങ്ങനെയാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.